കേന്ദ്രമന്ത്രിയായതിനു ശേഷം ആദ്യമായി സുരേഷ് ഗോപി നായകനായി എത്തുന്ന ചിത്രമാണ് ജാനകി വേഴ്സസ് ദി സ്റ്റേറ്റ് ഓഫ് കേരള. 2006 പുറത്തിറങ്ങിയ ചിന്താമണി കൊലക്കേസ് കഴിഞ്ഞ് നീണ്ട 19 വർഷത്തിനു ശേഷം ST വക്കീൽ വേഷത്തിലെത്തുന്ന സിനിമ കൂടെയാണിത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ആരാധകർ ഏറെ കാത്തിരിക്കുന്ന സിനിമ കൂടെയാണ്. സുരേഷ് ഗോപിക്ക് പുറമെ അനുപമ പരമേശ്വരൻ, സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. പ്രവീൺ നാരായണന്റെ സംവിധാനത്തിൽ ഒരു കോർട്ട് റൂം ത്രില്ലറായിട്ടാണ് സിനിമ എത്തുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സുരേഷ് ഗോപി ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുകയാണ് സെൻസർ ബോർഡ്. ജൂൺ 27 ആഗോള റിലീസായി തിയേറ്ററുകളിൽ സിനിമ എത്താനിരിക്കുന്ന അവസാന നിമിഷത്തിലാണ് സെൻസർ ബോർഡ് ചിത്രത്തിന്റെ റിലീസ് തടഞ്ഞുവെച്ചത്. സംവിധായകൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ജസ്റ്റിസ് ഫോർ ജാനകി എന്ന ഹാഷ്ടാഗ് പങ്കുവച്ചാണ് സംവിധായകൻ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. സിനിമയുടെ പേരിലെ ജാനകി എന്ന പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. സിനിമയുടെ പേരിൽ തുടങ്ങി കഥാപാത്രത്തിന്റെ പേര് വരെ മാറ്റണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അനുപമ പരമേശ്വരൻ മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് കൂടി അടയാളപ്പെടുത്തുന്ന സിനിമയാണിത്. പ്രേമം എന്ന ചിത്രത്തിലെ തകർപ്പൻ പ്രകടനത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ അനുപമ പിന്നീട് തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങളിലൂടെ ദക്ഷിണേന്ത്യയിലുടനീളം വ്യാപകമായ പ്രശംസ നേടിയിരുന്നു. പ്രേമം എന്ന ചിത്രത്തിന് ശേഷം കുറച്ച് മലയാള ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ശക്തവും തീവ്രവുമായ ഒരു പ്രധാന വേഷത്തിലൂടെയുള്ള തിരിച്ചുവരവിന് ഒരുങ്ങുന്ന സിനിമ കൂടിയാണ് JSK. അതിനിടെയാണ് അനുപമയുടെ കഥാപാത്രത്തിന്റെ പേരിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് ചൂടുപിടിക്കുന്നത്. ജാനകി എന്നത് ഹൈന്ദവ ദൈവത്തിന്റെ പേരാണ്. അത് സിനിമയിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിവാദം. ഇതേ തുടർന്ന് കേന്ദ്ര നടപടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് ഫെഫ്ക. ഇത് കേന്ദ്രത്തിന്റെ വാക്കാലുള്ള അനുമതി മാത്രമാണെന്നും രേഖാമൂലം നടപടിയില്ലെന്നുമാണ് ഫെഫ്ക അംഗം കൂടിയായ B ഉണ്ണികൃഷ്ണൻ പറയുന്നത്. രേഖാമൂലമുള്ള നടപടി നിയമപരമായി നിലനിൽക്കില്ല എന്നതുകൊണ്ടാണ് ഇത്തരം നടപടിയെന്നും വിമർശിക്കുന്നവരുമുണ്ട്. അതിക്രമത്തിനിരയാകുന്ന ഒരു പെൺകുട്ടി നിയമപരമായി സ്റ്റേറ്റിനോട് പോരാടുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ജാനകി എന്ന പേരുള്ള ഒരു പെൺകുട്ടിക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായതായി ചിത്രീകരിക്കരുത് എന്നാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെടുന്നത്. ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് പാടില്ലെന്ന് പറയുന്നത് വിചിത്രകരമായ ഒരു കാര്യമാണ്. അതേസമയം സിനിമയുടെ പേരിൽ മാറ്റമില്ല എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് നിർമ്മാതാക്കൾ. എന്നാൽ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ സംവിധായകൻ പത്മകുമാറിന്റെ സിനിമയ്ക്കും ഇതേ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അന്ന് പത്മകുമാറിന്റെ സിനിമയിലെ കഥാപാത്രവും ജാനകിയായിരുന്നു. ജാനകിയും എബ്രഹാമും തമ്മിലുള്ള ബന്ധമാണ് അന്ന് ആ സിനിമ പറഞ്ഞ കഥ. എബ്രഹാമിനെ രാഘവനോ കൃഷ്ണനോ ആക്കുക, അല്ലെങ്കിൽ ജാനകി എന്ന പേര് മാറ്റുക എന്നാണ് അദ്ദേഹത്തോട് അന്ന് ആവശ്യപ്പെട്ടത്. പകരം ചില പേരുകൾ അവർ തന്നെ അന്ന് പത്മകുമാറിനോട് നിർദ്ദേശിച്ചിരുന്നു. പത്മകുമാർ അന്ന് ജാനകി എന്ന കഥാപാത്രത്തെ ജയന്തിയാക്കിയ ശേഷമാണ് പ്രദർശനാനുമതി ലഭിക്കുന്നത്. സെൻസർ ബോർഡിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ മതസ്പർദ്ധയും ഫാസിസവും വളർത്താൻ നോക്കുകയാണെന്നുള്ള വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഈ സിനിമയിലൂടെ ഉയരുന്നത്. അടുത്തിടെ JSKക്ക് സർട്ടിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കി UA 30+ റേറ്റിംഗ് ലഭിച്ചിരുന്നു. സെൻസർ ബോർഡ് അതിനെ പ്രശംസിക്കുകയും ഒരു കട്ടുപോലും കൂടാതെ പാസ്സാക്കുകയും ചെയ്തതായി അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സിനിമയ്ക്കെതിരെ ഉയരുന്ന ഇത്തരം വിവാദങ്ങൾ. പ്രവീൺ നാരായണനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ജൂൺ 27 ചിത്രം റിലീസ് ചെയ്യാനിരിക്കെയാണ് സെൻസർ ബോർഡ് അനുമതി നിഷേധിക്കുന്നത്. അതേസമയം JSK ജാനകി വേഴ്സസ് ഓഫ് സ്റ്റേറ്റ് കേരള എന്ന ചിത്രത്തിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ കേന്ദ്ര ഫിലിം സെൻസർ ബോർഡിന്റെ കേരളത്തിലെ പാനൽ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ 18 തിരുവനന്തപുരത്തെ ലെനിൻ തിയേറ്ററിലാണ് പാനലിലെ 4 സെൻസർ ബോർഡ് അംഗങ്ങൾക്കും ഒരു ഉദ്യോഗസ്ഥനും മുമ്പിൽ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നത്. ചിത്രത്തിലോ പേരിലോ ഒരു മാറ്റങ്ങളും നിർദ്ദേശിച്ചിട്ടില്ലെന്നു മാത്രമല്ല, ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകാനും 13 വയസ്സിന് പ്രായപരിധിക്ക് മുകളിലുള്ളവർക്ക് കാണാമെന്നുമുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാനും നിർദ്ദേശിച്ചതായും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതുമായാണ് സെൻസർ ബോർഡ് അംഗങ്ങളിലെ ഒരാൾ പറയുന്നത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ലെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിലെ അംഗങ്ങൾ അംഗീകാരം നൽകുന്ന ചിത്രത്തിൽ സെൻസർ ബോർഡിന്റെ കേന്ദ്ര ഓഫീസിൽ നിന്ന് ഇടപെട്ട് ഒരു തിരുത്തൽ വരുത്തുന്നത് പതിവില്ല. കേരളത്തിലെ അംഗങ്ങൾ സിനിമ കണ്ടു നിർദ്ദേശിക്കുന്ന തിരുത്തുകൾ അംഗീകരിക്കാതെ അതിനെതിരെ ഇടപെടൽ ആവശ്യപ്പെട്ട് അണിയറ പ്രവർത്തകർ കേന്ദ്ര ഓഫീസിനെ സമീപിച്ചാൽ മാത്രമേ ഇത്തരം മാറ്റങ്ങൾ പതിവുള്ളൂ. നിലവിൽ ചിത്രം കണ്ട അംഗങ്ങൾക്കാർക്കും സിനിമയെപ്പറ്റി നേരിയൊരു എതിരഭിപ്രായം പോലും ഉണ്ടായിരുന്നില്ല. തിരുത്തുകളോ വെട്ടിച്ചുരുക്കലുകളോ ഒന്നും നിർദ്ദേശിക്കാതെ എല്ലാവരും ഒപ്പിട്ട് നൽകുകയാണ് ചെയ്തത്. സംവിധായകന്റെ അപേക്ഷ മാനിച്ച് സർട്ടിഫിക്കറ്റിലെ പ്രായപരിധിയിൽ ഇളവ് നൽകിയിട്ടുണ്ടെന്നും സെൻസർ ബോർഡ് അംഗം പറയുന്നുണ്ട്.